നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. ആ വിൻഡോസ് 10 എന്ന് പറയുന്ന വെർഷൻ അത് ചൈനയിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിൻഡോസിനെ സുരക്ഷാ കാരണങ്ങളാൽ ചൈന ഭയക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ബ്ലൂംബർഗാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നത്. ചൈനയിൽ വ്യാപകമായി വിൻഡോസ് 10 സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോ ഉപയോഗിക്കുന്ന വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല ചൈനയിൽ ഉപയോഗിക്കുന്നത്. ചൈനീസ് സർക്കാരിൻ്റെ അധീനതയിൽ വരുന്ന CMMT എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ സ്ഥാപനം, ആ സ്ഥാപനവും അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റും സംയുക്തമായിട്ട് അവിടെ ഒരു കമ്പനി രൂപീകരിക്കുന്നു. ആ കമ്പനിയാണ് പിന്നീട് വിൻഡോസ് 10 ചില മാറ്റങ്ങളൊക്കെ വരുത്തി ചൈനീസ് സെക്യൂരിറ്റിക്ക് അടിസ്ഥാനമായ ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി ചൈനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നിട്ട് പോലും വിൻഡോസ് 10 അൺഇൻസ്റ്റാൾ ചെയ്യാനായി ഇപ്പോൾ ചൈനീസ് അധികൃതർ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചൈനീസ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റിയാണ് ഇപ്പോൾ ഈ ഡേറ്റ സുരക്ഷ അതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് വിൻഡോസ് 10 എല്ലാ സർക്കാർ കമ്പ്യൂട്ടറുകളിൽ നിന്നും പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ കമ്പനികളെല്ലാം തന്നെ ഇപ്പോൾ അതിന് പകരമായി ഉപയോഗിക്കപ്പെടും എന്നാണ് ചൈനീസ് അധികൃതർ നൽകുന്ന വിശദീകരണം. നമുക്കറിയാം, ചൈനയും അമേരിക്കയും എല്ലാം ഇപ്പോൾ ഈ AI രംഗത്തും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ രംഗത്തുമെല്ലാം വലിയ മത്സരം നടത്തുന്ന രാജ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ വ്യാപാര യുദ്ധമുണ്ട്. അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് ചൈന വൻതോതിൽ തീരുവ ഏർപ്പെടുത്തുന്നു എന്ന് കാരണം നിരത്തിക്കൊണ്ട് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഭീമൻ തീരുവയാണ് അമേരിക്ക ചുമത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് അമേരിക്കയുടെ ഈ നിയന്ത്രണം, അമേരിക്കയുടെ ഈ ചുങ്കത്തെ മറികടക്കാനായി ചൈനീസ് കമ്പനികൾ മറ്റ് ചില രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട്, ഇന്ത്യ അടക്കമുള്ള 40ഓളം രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഈ അമേരിക്കയുടെ ഈ ചുങ്കത്തെ വെട്ടിക്കാനായി കള്ളപ്പേരിൽ കയറ്റുമതി നടത്തുന്നു എന്നൊരു ആരോപണം അമേരിക്ക ഈ അടുത്ത കാലത്ത് ഉയർത്തിയിരുന്നു. അമേരിക്കയുടെ ഒരു ഏജൻസി നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തുന്നത്. അതിനുശേഷം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അമേരിക്ക നിരീക്ഷിച്ചു വരികയാണ്. കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ മറ്റ് പല പേരുകളിലും മറ്റു പല രാജ്യങ്ങളുടെയും പേരുകളിൽ ചൈനയിലെത്തുന്നു. കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ നേരിട്ട് അമേരിക്കയിലേക്ക് പോയാൽ വൻ തുക ചുങ്കം ചുമത്തേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ആ ചൈനീസ് തന്ത്രം അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി നടത്തുന്ന ചൈനീസ് തന്ത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ചൈനയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വലിയ വ്യാപാര യുദ്ധം നടക്കുന്നുണ്ട്. മാത്രമല്ല, AI രംഗത്തും വിവര സാങ്കേതിക വിദ്യാ രംഗത്തും കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി മതിയാക്കണം, അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സുരക്ഷാ കാരണങ്ങളാൽ അൺഇൻസ്റ്റാൾ ചെയ്യണം എന്ന നിർദ്ദേശം ചൈനീസ് അധികൃതർ നൽകിയിരിക്കുന്നത്. എന്തായാലും ചൈന ഈ വിൻഡോസ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ നിന്നും അകലം പാലിക്കുന്ന ആദ്യത്തെ രാജ്യമൊന്നുമല്ല. ചൈനയിൽ ചൈനീസ് കമ്പനിയും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റും ചേർന്ന് സംയുക്തമായി നിർമ്മിച്ച വിൻഡോസുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ കൂടി ചൈന അത് ഉപയോഗിച്ച് വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫ്രാൻസ്, ജർമ്മനി, അതോടൊപ്പം തന്നെ ഡെൻമാർക്ക്, ഓസ്ട്രിയ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഇന്ത്യയിലും കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഭരണാധികാരികൾ ഈ സർക്കാർ വകുപ്പുകളിൽ നിന്ന് വിൻഡോസിനെ പിൻവലിക്കാനും അതായത് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ചൈന അങ്ങേയറ്റത്തെ ഒരു ഡേറ്റ സുരക്ഷാ വെല്ലുവിളി അത് ചൈന മുന്നിൽ കാണുന്നുണ്ട്. ചൈനയിൽ നിന്നും ഡേറ്റകൾ ചോർത്തി ചൈനയുടെ തന്ത്രങ്ങൾക്ക് മറുമരുന്നുണ്ടാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പോകും എന്ന് ചൈനയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോൾ വിൻഡോസ് 10 എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ്. ഇത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ആദ്യഘട്ടമായി അൺഇൻസ്റ്റാൾ ചെയ്യാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്.